എൻഡ്ലെക്സാൻ എക്സാമിന് മെഡിക്കേഷൻസിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. നമുക്കിന്ന് നിധിയത്തെപ്പറ്റി നോക്കിയാലോ. നിധി ഒരു മൂഡ് സ്റ്റെബിലൈസറാണ്. ഇത് ബൈപ്പോളാർ ഡിസോർഡറിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് യൂസ് ചെയ്യുന്നത്, മെയിൻലി മാനയുടെ ട്രീറ്റ്മെൻറ്റിനായി. ഇതിൻ്റെ തെറാപ്പറ്റിക് റേഞ്ച് എന്ന് പറയുന്നത് 0.6 to 1.2 മില്ലി ഈക്വലൻ പെർ ലിറ്റർ ആണ്. ബ്ലഡിൽ നിധിയത്തിൻ്റെ ലെവൽ കൂടിക്കഴിഞ്ഞാൽ ലിഥിയം ടോക്സിസിറ്റി ഉണ്ടാവാറുണ്ട്. 1.3 to 1.5 മില്ലി ഈക്വലൻ പെർ ലിറ്റർ ആണ് മൈൽഡ് ടോക്സിസിറ്റി. 1.5 to 2.5 മില്ലി ഈക്വലൻ പെർ ലിറ്റർ ആണ് മോഡറേറ്റ് ടോക്സിസിറ്റി. എബവ് 2.5 മില്ലി ഈക്വലൻ പെർ ലിറ്റർ ആണ് സിവിയർ ലിഥിയം ടോക്സിസിറ്റി. നമ്മൾ ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട മെയിനായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നഴ്സിംഗ് ഇൻ്റർവെൻഷൻസ് ആണ്. ലിഥിയം പോകുന്ന പേഷ്യൻറ്റിൻ്റെ സോഡിയം ലെവൽ എപ്പോഴും നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം സോഡിയത്തിൻ്റെ ലെവൽ കുറവ് കഴിഞ്ഞാൽ ലിഥിയം ടോക്സിസിറ്റി ഉണ്ടാവും. അതുകൊണ്ട് പേഷ്യൻറ്റിന് കൊടുക്കേണ്ട മെയിനായിട്ടുള്ള അഡ്വൈസാണ് സോഡിയം റിച്ച് ഫുഡ് എടുക്കാൻ പറയുക. അതുപോലെ തന്നെ സോഡിയം എക്സ്ക്രീറ്റിംഗ് മെഡിക്കേഷൻസ് അവോയ്ഡ് ചെയ്യണം. എക്സസീവ് ഇൻടേക്ക് ഓഫ് കോഫി, ടീ, ആൽക്കഹോൾ, ബിയർ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ നിശംബോധം പറയണം. കാരണം ഇത് യൂറിൻ ഔട്ട്പുട്ട് കൂട്ടും, സോഡിയത്തിൻ്റെ ലെവൽ കുറയും. പേഷ്യൻറ്റിന് കൊടുക്കാവുന്ന മറ്റൊരു അഡ്വൈസാണ് സൺലൈറ്റിൻ്റെ അണ്ടറിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് അവോയ്ഡ് ചെയ്യാൻ പറയണം. കാരണം എക്സസീവ് സ്വെറ്റിംഗ് ഉണ്ടായി സോഡിയത്തിൻ്റെ ലെവൽ കുറയും. പിന്നെ പേഷ്യൻറ്റിനോട് പറയേണ്ട മറ്റൊരു കാര്യമാണ് ഡെയിലി 3 to 4 ലിറ്റർ വെള്ളം കുടിക്കാൻ പറയണം. ഡോക്ടറിൻ്റെ അനുവാദമില്ലാതെ ഒരിക്കലും മെഡിസിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യുകയോ സ്റ്റോപ്പ് ചെയ്യാനോ പാടില്ല. പ്രഗ്നൻസി ടൈമിൽ ലിഥിയം എടുക്കാൻ പാടില്ല. കാരണം ഫീറ്റൽ അനോമലീസും ലിഥിയം ടോക്സിസിറ്റിയും ഉണ്ടാവും. ഇതുപോലെയുള്ള കൂടുതൽ എൻഡ്ലെക്സാൻ റിലേറ്റഡ് വീഡിയോസിനായി എൻഡ്ലെക്സാസിൻ്റെ പേജ് ഫോളോ ചെയ്യും. താങ്ക് യു.